പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക വർദ്ധിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ അമേരിക്കയും സജീവമായി ഇടപെടുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇറാനെതിരായ പ്രതികാര നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ടെലിഫോണിലൂടെ നടത്തിയ സംഭാഷണത്തിലാണ് ട്രംപ് തന്റെ ആശങ്ക അറിയിച്ചതെന്നാണ് വിവരം. നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ വിജയകരമായി മുന്നോട്ടു പോകണമെങ്കിൽ സൈനിക നടപടികൾ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ ചില പ്രധാന വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നതാണ് ട്രംപ് വിലയിരുത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതായും അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. മേഖലയിൽ ഇതിനകം തന്നെ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഒരു ചെറിയ സംഭവം പോലും വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കുണ്ട്. ആയതിനാൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കണമെന്ന് ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇസ്രായേൽ അധികൃതരോടും അവകാശവാദ പ്രകാരം ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച നിരവധി മിസൈലുകൾ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തടഞ്ഞിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് ട്രംപ് നെതന്യാഹുവിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനിലെ തലസ്ഥാനമായ തെഹ്റാനിൽ പുലർച്ചെ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അവിടുത്തെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുലർച്ചെ 4:40 മുതൽ 4:45 വരെ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതാണ് വിവരം. ഇതിന് പിന്നിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ നേരത്തെ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രായേൽ സൈന്യം ഈ വ്യോമാക്രമണം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സൈനിക കേന്ദ്രങ്ങളെയും സുരക്ഷാ സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തെഹ്റാൻ മാത്രമല്ല, ഇറാനിലെ മറ്റു പ്രധാന നഗരങ്ങളിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തബ്രീസ്, ഇസ്ഫഹാൻ തുടങ്ങിയ നഗരങ്ങളിലും ശക്തമായ പൊട്ടിത്തെറികൾ കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചു. ചില സ്ഥലങ്ങളിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRGCയുടെ റിപ്പോർട്ട് പ്രകാരം തെഹ്റാനിൽ കുറഞ്ഞത് 2 വലിയ സ്ഫോടനങ്ങളും ഇസ്ഫഹാനിൽ 3 സ്ഫോടനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തിന്റെ വ്യാപ്തിയും നാശനഷ്ടങ്ങളെയും കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. ഇതിനിടെ യമനിലെ ഹൂതി വിമതരും സംഭവത്തിൽ ഇടപെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണത്തിന് പ്രതികാരമായാണ് ഹൂതി വിഭാഗം ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതെന്നാണ് വിവരം. പശ്ചിമേഷ്യയിലെ പല സംഘർഷങ്ങളും ഹൂതി വിമതർ മുമ്പും സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഈ മിസൈലുകളെയും തടഞ്ഞതായാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്തുവരുന്ന ഘട്ടത്തിലാണ്. ഈ സംഭവ വികാസങ്ങളോട് പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും ആശങ്കജനകമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മേഖലയിൽ സംഘർഷം കുറയ്ക്കാൻ വിവിധ രാജ്യങ്ങൾ ശ്രമിച്ചു വരികയായിരുന്നു. എന്നാൽ പുതിയ ആക്രമണങ്ങളും തിരിച്ചടികളും സ്ഥിതി വീണ്ടും സങ്കീർണമാക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇപ്പോൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘർഷം കൂടുതൽ വ്യാപിച്ചാൽ എണ്ണവില മുതൽ ആഗോള വ്യാപാരം വരെ പല മേഖലയിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈ സംഭവത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ നടത്തിയ പ്രസ്താവനയാണ്. ഇറാനുമായി ഒരു ധാരണയിലെത്താനുള്ള സാധ്യതകൾ ശക്തമാണെന്നും വലിയ സൈനിക പ്രതികരണം ഉണ്ടാകില്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ആ പ്രസ്താവനയ്ക്ക് മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഇത് നയതന്ത്ര ചർച്ചകളുടെ ഭാവിയെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ വിജയിക്കുമോ അതോ മേഖല കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി സംഘർഷഭരിതമാണ്. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ കുറവായിരുന്നുവെങ്കിലും പരസ്പര ആരോപണങ്ങളും സുരക്ഷാ ആശങ്കകളും ഇടയ്ക്കിടെ ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ആ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. സൈനിക നടപടികൾ തുടരുകയാണെങ്കിൽ സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കേണ്ടി വരിക എന്ന ആശങ്കയും ശക്തമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ഐക്യരാഷ്ട്രസഭ എന്നിവയുടെ ഇടപെടലുകൾ കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. നിലവിലെ പ്രതിസന്ധി കൂടുതൽ വഷളാകാതെ നിയന്ത്രണത്തിലാക്കാൻ എല്ലാ പക്ഷങ്ങളും സംയമനം പാലിക്കണമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.